പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 13 വെള്ളി. 2 കൊരിന്ത്യർ 12 അധ്യായം 5 വാക്യം. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ഇന്ന് നാം ധ്യാനിക്കുന്നതായ ഈ വചനം പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ബലഹീനതകളിലല്ലാതെ മറ്റൊന്നിലും മഹത്വപ്പെടുകയില്ല എന്ന ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ലോകം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ശക്തികളെ പറ്റിയും നേട്ടങ്ങളെ പറ്റിയും അഭിമാനിക്കാൻ, നമ്മുടെ കഴിവുകൾ, സ്ഥാനം, സമ്പത്ത്, വിജയം എന്നിവയാണ് മനുഷ്യർ പൊതുവെ പ്രദർശിപ്പിക്കുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, തൻ്റെ ശക്തികളിലല്ല, തൻ്റെ ബലഹീനതകളിലാണ് താൻ മഹത്വപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കാം പൗലോസ് ഇങ്ങനെ പറയുന്നത്? കാരണം ബലഹീനതകളിലാണ് ദൈവകൃപയുടെ ശക്തി ഏറ്റവും വ്യക്തമായി വെളിവാകുന്നത്. മനുഷ്യൻ തൻ്റെ ശക്തിയിൽ നിൽക്കുമ്പോൾ അവന് ദൈവത്തെ ആവശ്യമില്ലെന്ന് തോന്നാം. എന്നാൽ ബലഹീനതയുടെ അനുഭവം മനുഷ്യനെ ദൈവത്തിലേക്ക് നയിക്കുകയാണ്. അവൻ തലകുനിച്ച് സമ്മതിക്കുകയാണ്, കർത്താവേ, നീ ഇല്ലാതെ എനിക്കൊന്നും സാധ്യമല്ല. ഈ വലിയ നോമ്പിൽ നമ്മെ വിനയത്തിലേക്ക് നയിക്കുവാനിടയായി തീരണം. നമ്മുടെ അഹങ്കാരവും സ്വയപര്യാപ്തതയും ഒക്കെ വിട്ട് ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു ശില്പിയെക്കുറിച്ച് ഒരു കഥ ഇങ്ങനെയുണ്ട്. ഒരു ശില്പി മനോഹരമായ ശില്പം വാർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്ര സുന്ദരമായ രൂപം നീ എങ്ങനെ സൃഷ്ടിച്ചു? ശില്പി മറുപടി നൽകി, ഞാൻ പുതിയതായി ഒന്നും സൃഷ്ടിച്ചില്ല, കല്ലിനുള്ളിൽ ഒളിഞ്ഞിരുന്ന രൂപത്തെ മറച്ചിരുന്ന അനാവശ്യ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ നീക്കിയത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ദൈവം ഇങ്ങനെയാ പ്രവർത്തിക്കുന്നത്. പരീക്ഷണങ്ങളും വേദനകളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിലെ അഹങ്കാരവും സ്വയവിശ്വാസത്തിൻ്റെ അതിരുകളും നീക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ രൂപം നമ്മുടെ ഉള്ളിൽ കൂടുതൽ വ്യക്തമായി പ്രത്യക്ഷപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലും പൗലോസ് പ്രതിപാദിക്കുന്ന പോലെ ചില മുള്ളുകൾ ഉണ്ടാകാം. രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, സംഘർഷങ്ങൾ, ഉള്ളിലെ വിഷാദം, അങ്ങനെ. എന്നാൽ ഓർക്കുക, ആ മുള്ള് ദൈവകൃപയുടെ ബലഹീന അനുഭവത്തിലേക്കുള്ള വാതിലായി തീരുന്നു എന്നത് ഓർക്കുക. പൗലോസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ബലഹീനത ഒരു ശാപമല്ല, അത് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്ന സ്ഥലമാണെന്ന്. നാം വീഴുമ്പോൾ ദൈവം ഉയർത്തുന്നു, നാം കരയുമ്പോൾ ദൈവം ആശ്വസിപ്പിക്കുന്നു, നാം തളരുമ്പോൾ ദൈവം ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ട് വലിയ നോമ്പിൻ്റെ ദിവസത്തിൽ നമുക്ക് ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. എൻ്റെ ശക്തി കർത്താവേ നീ ആകണം, എൻ്റെ ബലഹീനതകളിൽ നിന്റെ മഹത്വം വെളിവാകണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ മഹത്വം ശക്തിയിലല്ല, സമർപ്പണത്തിലാണ്. അഹങ്കാരത്തിലല്ല, വിനയത്തിലാണ്. സ്വയം ഉയർത്തുന്നതിലല്ല, ക്രിസ്തുവിനെ ഉയർത്തുന്നതിലാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പ്രഖ്യാപിക്കാം, എൻ്റെ ബലഹീനതകളിൽ ഞാൻ മഹത്വപ്പെടുന്നു. കാരണം അവിടെ ദൈവകൃപയുടെ ശക്തി പ്രവർത്തിക്കുന്നുവല്ലോ. വലിയ നോമ്പ് അവസാനിക്കുമ്പോൾ നമ്മെ കണ്ട് ലോകം പറയണം, ഇവൻ ബലഹീനനായിരുന്നു, എന്നാൽ ദൈവത്തിൽ ശക്തനായി തീർന്നു. അതായിരിക്കണം നമ്മുടെ സാക്ഷ്യം, അതായിരിക്കട്ടെ നമ്മുടെ മഹത്വം. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതകളിൽ നിന്റെ കൃപയെ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അഹങ്കാരം നീക്കി വിനയം നൽകണമേ. പരാജയങ്ങളെ അനുഗ്രഹങ്ങളാക്കി തീർക്കണമേ. വലിയ നോമ്പിൻ്റെ യാത്രയിൽ നിന്റെ ശക്തിയിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മഹത്വം വെളിവാകുവാൻ അനുവദിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.